നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തതാണ്, പൊതുവെ ആലിമ്യങ്ങൾ പറയാറുമില്ല. കാരണം അത് പറഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഇപ്പൊ ജീവിക്കുന്ന മുഖമൊക്കെ ഇത്തിരി കഴിയുമ്പോൾ മാറും. അതൊരു വലിയ വിഷയമാണ്. ഈ ഫിഡിയ എന്ന് പറയുന്ന സാധനം 600 ഗ്രാം അരി അല്ലെങ്കിൽ 650 ഗ്രാം അരി, ഈ ഗ്രാം അല്ല പ്രശ്നം. ഈ ഫിഡിയ എന്ന് പറയുന്ന സാധനത്തിന് കൃത്യമായ കണക്കറിയണമെങ്കിൽ ഒരു നേരെ ചൊവ്വയുള്ള ഒരു മനുഷ്യൻ, ഒരു സീതാ മനുഷ്യന്റെ 2 കൈകൾ ഇങ്ങനെ കൂടി ചേർത്ത് വെക്കുക. ഈ കൈക്കകത്ത് കയറുന്നത് എത്രയാണോ, അത് നീളം കുറഞ്ഞ ആളുമല്ല, വലിയ കൊണ്ടാരം കൈയുള്ള ആളുമല്ല, ഒരു സാധാ മനുഷ്യന്റെ 2 കൈ ഇങ്ങനെ കൂടി ചേർത്ത് വെച്ചാൽ അതിൽ കിട്ടുന്ന അരി ഏകദേശം ഒരു 550 ഗ്രാം മുതൽ ഒരു 650 ഗ്രാം വരെ അതിനുള്ളിലുള്ളതേ വരൂ. അപ്പൊ നമ്മൾ കേൾക്കും കുറെ കണക്കുകൾ, വലിയ കഥയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു 550, 650, അത് മാക്സിമം ഒരു 650 ഗ്രാം അത്രയും കരിയെ വരുള്ളൂ. ഇതാണ് ഫിഡിയായിട്ട് കൊടുക്കേണ്ടത്. ഇനി അതെങ്ങനെ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? ഒന്ന്, ശിഫ പ്രതീക്ഷിക്കാത്ത രോഗി. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ആരും ആകട്ടെ, ഇനി ഒരിക്കലും ശിഫയാകാത്ത ഒരു രോഗത്തിലാണ്. ഒന്നുകിൽ ക്യാൻസർ ആണ്, അതല്ലെങ്കിൽ കിഡ്നിക്ക് രോഗം ബാധിച്ചു, ഇനി അല്ലെങ്കിൽ വാർദ്ധക്യം ബാധിച്ചു, ഇനി അവർക്ക് നോക്ക് പിടിക്കാൻ ഒക്കില്ല, ഒന്നുമില്ല. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തേക്ക് മാക്സിമം കൂട്ടിയാൽ 650 ഗ്രാം അരി. അപ്പൊ 19.5 കിലോ അരി ആ മനുഷ്യന് വേണ്ടി നമ്മൾ ഫിഡിയ കൊടുക്കണം. അതിൽ ഒരുപാട് അബദ്ധമുണ്ട്. ചില ആൾക്കാരൊക്കെ നോമ്പ് ഒന്നാവുമ്പോഴേ ജോലി എന്ന് തീർക്കും. ശരിയാകില്ല. അത് നോമ്പ് ഒന്നിന്റെ അന്ന് ഫിഡിയ മൊത്തക്കൂടി കൊടുത്താൽ 19.5 കിലോ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 650 ഗ്രാം പോക്കെ, ബാക്കി മൊത്തം പൊട്ടിപ്പോയി, അത് കബൂലാകത്തില്ല. ഇത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് വേണമെങ്കിൽ 11 നോമ്പിന്റെ കൊടുക്കാം. ഇന്നലെ വരെയുള്ള 10 നോമ്പ്, ഇന്നത്തെ 11ാമത്തെ നോമ്പ്, 11 നോമ്പിന് ചേർത്ത് ഇന്ന് കൊടുക്കാം. നേരെ മറിച്ച് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ആദ്യം ഒരു ദിവസം കൊടുക്കാം എന്ന് പറഞ്ഞാൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന നോമ്പ് വരെ ഉള്ളതേ ഒന്നിച്ചു കൊടുക്കാൻ ഒക്കൂ. അതുകൊണ്ട് നല്ലത് നോമ്പ് തീരുന്നതിന്റെ അന്ന്, ഒന്നെങ്കിൽ 29 തീർന്നാൽ അന്ന്, അല്ലെങ്കിൽ 30 തീർന്നാൽ അന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫിഡിയ കൊടുക്കുക. ഒന്നാമത്തെ കൂട്ടിനെ മനസ്സിലായല്ലോ. ഇനി ഒരിക്കലും നോമ്പ് പിടിക്കാൻ പ്രതീക്ഷയില്ലാത്ത രോഗികളായ ആൾക്കാർ, വാർദ്ധക്യത്തിലെത്തിയ ആൾക്കാർ, ഒരു ദിവസത്തേക്ക് 650 ഗ്രാം അരി, മൊത്തത്തിൽ കൂട്ടുമ്പോൾ 30 ദിവസത്തേക്ക് 19.5 കിലോ അരി. ഈ 19.5 കിലോയിലും ഒന്നിച്ചൊരാളിന് കൊടുക്കാം, 2 പേർക്കായിട്ട് തുല്യമായി കൊടുക്കാം, 3 പേർക്ക് തുല്യമായി കൊടുക്കാം, 4 പേർക്ക് തുല്യമായി കൊടുക്കാൻ പാടില്ല. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞോ. ഈ മുദ്ദ പൊട്ടരുത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒന്നിച്ചു കൊടുത്താൽ 30 നോമ്പിന്റെ ഒരാൾക്ക് കൊടുത്തു, അത് ഫക്കീർ മിസ്കീൻ തന്നെ ആകണം, നമ്മുടെ നാട്ടിൽ തന്നെ കൊടുക്കണം. ഫക്കീർ മിസ്കീൻ ആകണം, നാട്ടിൽ തന്നെ കൊടുക്കണം, പുറത്തേക്ക് കൊടുത്തു വിടരുത്. ഈ പുറത്തൊരാൾക്ക് കൊടുക്കണമെങ്കിൽ അയാളെ വിളിച്ച് നമ്മുടെ നാട്ടിൽ വരുത്തണം. അപ്പൊ നമ്മുടെ നാട്ടിലായി, ആ നാട്ടിൽ ആ മനുഷ്യന് കൊടുക്കാം. അല്ലാതെ നമ്മളായിട്ട് അങ്ങോട്ടോട്ട് കൊടുക്കരുത്. നമ്മുടെ നാട്ടിലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ വീട്ടുകളിൽ കൊണ്ടുപോയി നമ്മൾ കൊടുത്താൽ മതി, പ്രശ്നമില്ല. ബന്ധുക്കളോ അനന്തരാവകാശമോ ആരാഴ്ച വേണ്ടവർ കൊണ്ടുപോയി കൊടുക്കുക, ഇനി വിളിച്ചു വരുത്തി കൊടുത്താൽ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഇപ്പൊ നമ്മൾ ഒന്നിച്ചു കൊടുക്കാം, 2ആയിട്ട് കൊടുക്കാം. അപ്പൊ 15 നോമ്പ് 15 നോമ്പ് പ്രശ്നമില്ല. 3ആയിട്ട് കൊടുക്കാം. അപ്പൊ എത്രയായി? 10 നോമ്പിന്റെ വീതം ഓരോരുത്തർ കൊടുത്തു, 3ആയിട്ട് കൊടുത്തു. 4ആയിട്ട് കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? 7.5 നോമ്പ് വരും. 7.5 അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്തു? 2 മുത്ത് പൊട്ടിപ്പോയി. 7 നോമ്പിന്റെ ഒന്നിച്ച് കിട്ടി, അങ്ങ് 28 നോമ്പായി. പക്ഷെ 2 നോമ്പിന്റെ അരവീതമായി പോയി. അങ്ങനെ അര വരരുത്. ഇപ്പൊ മനസ്സിലായല്ലോ. 650ന്റെ ഗുണിതങ്ങളാക്കി കൊടുക്കുക. 650 ഒരു ദിവസത്തേക്ക്. അപ്പം ഒരു ദിവസത്തതോ 2 ദിവസത്തതോ 3 ദിവസത്തോ അല്ലാതെ അര ദിവസം വരാത്ത രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫിഡിയ കൊടുക്കുക. അതുകൊണ്ട് നേരത്തെ കൊടുക്കരുത്, ഒന്ന്. രണ്ടാമത് മുത്തി പറഞ്ഞാൽ അരയാകരുത്, അത്. ഇത് രണ്ടും ശ്രദ്ധിച്ച് നിയ്യത്ത് ചെയ്ത് നമ്മൾ അതിനെ കൊടുക്കുക. ഏറ്റവും നല്ലത് അവസാന ദിവസം കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. 2, ഒരു സ്ത്രീ ഗർഭിണിയായി, അതല്ലെങ്കിൽ ഒരു സ്ത്രീ പാലൂട്ടുന്നവളായി. അപ്പം ആ സമയത്ത് ഈ പെണ്ണിനോട് ചോദിക്കുക, നീ എന്താണ് ഇപ്പം നോമ്പ് പിടിക്കാത്ത? റമദാനോട് നോമ്പ് പിടിക്കുന്നില്ല. ഇപ്പൊ ഗർഭിണിയായ പെണ്ണ് നോമ്പ് പിടിക്കുന്നില്ല, അല്ലെങ്കിൽ പാലൂട്ടുന്നവൾ നോമ്പ് പിടിക്കുന്നില്ല. അപ്പൊ അവളോട് ചോദ്യം പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഗൈനക്കോളജി പറഞ്ഞു, അല്ലെങ്കിൽ പീഡിയാട്രിഷ്യൻ പറഞ്ഞു, നീ ഇപ്പൊ നോമ്പ് പിടിക്കരുത്. നീ നോമ്പ് പിടിച്ചാൽ നിന്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന് പ്രശ്നമാണ്. അതല്ല എങ്കിൽ ഒരു പീഡിയാട്രിഷ്യൻ, ഒരു കുട്ടികളുടെ ഡോക്ടർ പറഞ്ഞു, നീ ഇപ്പൊ നോമ്പ് പിടിക്കരുത്. നീ നോമ്പ് പിടിച്ചാൽ നിന്റെ പാലിന് ചെറിയ പ്രശ്നമുണ്ടാകും, അത് കുഞ്ഞ് കുടിച്ചാൽ കുഞ്ഞിന്റെ വയറിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അവർ നോമ്പ് ഒഴിവാക്കിയത് എന്തിനു വേണ്ടിയാണ്? തന്റെ ശരീരത്തിന്റെ പ്രശ്നമല്ല, തന്റെ കുഞ്ഞിന്റെ പ്രശ്നമാണ്. കുഞ്ഞിന്റെ പ്രശ്നത്തിന് വേണ്ടി ഒരു പെണ്ണ് നോമ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ
അവര് ഈ നോമ്പിനെ പിന്നീട് ഖളാ വീട്ടുകയും വേണം. അതുകൂടാതെ ഓരോ ദിവസത്തെ നോമ്പിന് 650 ഗ്രാം അരി വീതം ഫിദിയയും കൊടുക്കണം. നേരെ മറിച്ച് പാലൂട്ടുന്നവളും ഗർഭിണിയും സ്വന്തം ശരീരത്തെ ഭയന്നിട്ട് അവർ പറഞ്ഞു, നീ നോമ്പെടുക്കരുത്, നിന്റെ ശരീരത്തിന് പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ നീ പാലൂട്ടുന്നവളാണ്, നീ നോമ്പ് പിടിച്ചാൽ നിന്റെ ശരീരത്തിന് കുഴപ്പമുണ്ടാകും എന്ന് പറഞ്ഞു സ്വന്തം ശരീരത്തിന്റെ ബുദ്ധിമുട്ട് ഭയന്നിട്ട് നോമ്പ് ഒഴിവാക്കിയാൽ അതിൽ പ്രശ്നമില്ല. ആ നോമ്പ് പിന്നെ പിടിച്ചാൽ മാത്രം മതി, ഫിദിയ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അടുത്തൊരു വിഷയം, നമ്മൾ നോമ്പ് പിടിച്ച് നിൽക്കുമ്പോൾ ഒരു ജീവി നമ്മുടെ കിണറ്റിലേക്ക് വീണു, ഒരാട്ടിക്കുട്ടി വീണു. നമ്മൾ അതിനെ ഒരു ജീവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, പെട്ടെന്ന് എടുത്ത് ഇതുപോലെ എവിടെയെങ്കിലും ഒന്ന് ചാടി. അങ്ങനെ നമ്മുടെ നോമ്പ് മുറിയുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ നോമ്പിനെ ഖളാ വീട്ടുകയും വേണം. ഈ നോമ്പിന് 650 ഗ്രാം അരി ഫിദിയായിട്ട് കൊടുക്കുകയും വേണം. അടുത്തതാണ് നമുക്ക് വരുന്ന വിഷയം. കഴിഞ്ഞ റമദാനിൽ നമുക്കൊരു പനി വന്നോ, 2 നോമ്പ് നമ്മൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് മെൻസസ് ആയി ഒരു 7 നോമ്പ് നഷ്ടപ്പെട്ടു. ഈ റമദാൻ എത്തിയിട്ടും ആ നോമ്പ് നമ്മൾ ഖളാ വീട്ടിയിട്ടില്ല. നമുക്ക് സൗകര്യം കിട്ടിയതാണ്, പക്ഷെ നമ്മൾ ഖളാ വീട്ടിയിട്ടില്ല എങ്കിൽ ഈ ഒരു വർഷം അങ്ങോട്ട് കഴിയുമ്പോൾ നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടുകയും വേണം. ഒരു വർഷം ബന്ധിച്ചതിന് ഫൈൻ കൊടുക്കണം. ഒരു നോമ്പിന് 650 ഗ്രാം അരി വീതം ഫൈൻ കൊടുക്കണം. ഒന്നുകൂടി മനസ്സിലാക്കി തരാം. നമ്മുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ നോമ്പ് പിടിക്കരുത്, നിന്റെ ശരീരത്തിന് പ്രശ്നമാണ്. അപ്പൊ പിന്നെ അതിന് ഫൈൻ ഇല്ല. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ 30 നോമ്പ് ഒഴിവാക്കി. ഈ പ്രാവശ്യം വന്നപ്പോൾ പ്രസവം കഴിഞ്ഞു, 2 മാസമേ ആയുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിന്റെ ശരീരം ഇപ്പൊ നോമ്പ് പിടിക്കാൻ പറ്റുന്നതല്ല, കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല, നിന്റെ ശരീരത്തിന് പ്രശ്നമാണ്, അതുകൊണ്ട് ഇപ്പൊ നീ നോമ്പ് പിടിക്കണ്ട. അപ്പൊ കഴിഞ്ഞ വർഷത്തെ 30 നോമ്പുണ്ട്, ഈ വർഷത്തെ 30 നോമ്പ് വീണ്ടും വരുന്നു, പക്ഷെ ഫിദിയ കൊടുക്കണ്ട. എന്തുകൊണ്ട്? അവർക്ക് സൗകര്യം ഇതുവരെ കിട്ടിയില്ല. ഈ റമദാൻ കഴിഞ്ഞു, അടുത്ത റമദാൻ വരെ ഒരു വർഷമായി. അതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന്, ഇടയ്ക്കിടയ്ക്ക് നോമ്പ് പിടിക്കാം. അപ്പൊ 60 നോമ്പുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് പിടിച്ചു. സൗകര്യം കിട്ടിയ ശേഷം അടുത്ത റമദാന് മുമ്പ് 60 നോമ്പ് പിടിച്ച് തീർത്താൽ ഒരു ഫിദിയയുമില്ല. പക്ഷെ അടുത്ത റമദാൻ എത്തുന്നത് വരെയും സൗകര്യം കിട്ടിയിട്ടും പിടിക്കാതിരുന്നാൽ ഈ നോമ്പെല്ലാം പിടിച്ച് വിടുകയും വേണം. ഓരോ വർഷം കഴിയുമ്പോൾ ഒരു നോമ്പിന് 650 ഗ്രാം അരി വീതം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ചെറിയ കണക്കൊന്ന് മനസ്സിലാക്കി തരാം. നമ്മുടെ മകള് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, പ്രത്യേകിച്ച് പറ്റിയ നമ്മുടെ മകള് തന്നെ, ഈ മകളുടെ 12ാം വയസ്സിൽ അവള് പ്രായപൂർത്തിയായി. 12ാം വയസ്സിൽ അവൾ 7 നോമ്പ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക, 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവളുടെ 7 നോമ്പ് നഷ്ടപ്പെട്ടു. പക്ഷെ ആരും ശ്രദ്ധിച്ചാൽ കുഞ്ഞല്ലേ, നമ്മുടെ വർത്തമാനം ഉണ്ടല്ലോ, 12 വയസ്സല്ലേ ഉള്ളൂ. അവൾ ആ 7 നോമ്പ് നഷ്ടപ്പെട്ടു. അടുത്ത റമദാൻ എത്തുന്നവരെ നല്ല ഉമ്മമാരാണെങ്കിൽ അവർ ഈ മക്കളെ കൊണ്ട് ആ 7 നോമ്പ് ഖളാ വീട്ടിക്കും. പക്ഷെ ഈ ഉമ്മക്ക് ദീനില്ല. അതുകൊണ്ട് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, വിവാഹം കഴിക്കുമ്പോൾ ദീനുള്ള പെണ്ണിനെ കെട്ടണ, ഇല്ലെങ്കിൽ ഒരുപാട് ദുരന്തം നമ്മൾ അനുഭവിക്കുമെന്ന്. അപ്പം എന്ത് ചെയ്തു, 7 നോമ്പ് അവളുടെ 12ാം വയസ്സ് നഷ്ടപ്പെട്ടു. 13ാം വയസ്സായപ്പോഴും ആ 7 നോമ്പ് പിടിച്ചിട്ടില്ല. 14ാം വയസ്സായപ്പോഴും ആ 7 നോമ്പ് പിടിച്ചിട്ടില്ല. അവൾ ഏതാണ്ട് 20ാമത്തെ വയസ്സ് എത്തിയിട്ട് നോമ്പ് പിടിച്ചില്ല. 21ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചവൻ നല്ലവനായിരുന്നു. അവൻ അവളോട് ചോദിച്ചിട്ട്, നിന്റെ നോമ്പ് ഇങ്ങനെ എല്ലാ മാസവും എല്ലാ വർഷവും ഇങ്ങനെ റമദാൻ നഷ്ടപ്പെടാക്കി ഇതുവരെ ഖളാ വീട്ടിട്ടുണ്ടോ? നമ്മളൊരു വിഷയം എനിക്ക് അറിയില്ലായിരുന്നു. വയസ്സ് എത്രയായി? 20 വയസ്സ് കഴിഞ്ഞു, 21ാമത്തെ വയസ്സിലായി. 21ാമത്തെ വയസ്സിലാണ് 12ാമത്തെ വയസ്സ് മുതൽ അവൾക്ക് എല്ലാ വർഷവും ഈ 7 നോമ്പ് നഷ്ടപ്പെടുന്ന കഥ അറിയുന്നത്. എങ്കിൽ അവളുടെ 12ാമത്തെ വയസ്സിലെ നോമ്പിന് മാത്രം 40 കിലോ 950 ഗ്രാം അരി ഫിദിയായിട്ട് കൊടുക്കണം. ഒറ്റ വർഷത്തത്, 12ാമത്തെ വയസ്സിലത്. അങ്ങനെ ഓരോ വർഷവും വരും. 13ാമത്തെ വയസ്സിലത്, 14ാമത്തെ വയസ്സിലത്, 20ാമത്തെ വയസ്സ് വരെ കൂട്ടി വരുമ്പോ ഇവർ 204.25 കിലോ അരിയും കൊടുക്കണം. 63 നോമ്പ് ഖളാ വീട്ടുകയും വേണം. ഏത് കാലത്താണോ ഈ 63 നോമ്പ്, എല്ലാ വർഷത്തെ 7 ഉണ്ട്, അങ്ങനെ ഏത് കാലത്താണോ ഇവർ ഈ 63 നോമ്പ് ഖളാ വീട്ടുന്നത്, ആ ഖളാ വീട്ടുന്ന കാലം വരെ ഈ വർഷം കയറുന്നതനുസരിച്ച് ഓരോ നോമ്പിനും 650 ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ, അവൻ പുരുഷനാണ്, അവന്റെ നോമ്പ് ഇതുപോലെ തന്നെ എന്ത് ചെയ്തു, 25ാമത്തെ വയസ്സ് മുതൽ 30ാമത്തെ വയസ്സ് വരെ അവൻ 18 വർഷം നോമ്പെടുത്തില്ല.
നമ്മളൊരു 15 വർഷം ഒരു നോമ്പ് പിടിച്ചില്ല, 30ാമത്തെ വയസ്സിൽ ബോധം വന്നു എങ്കിൽ ഇതുപോലെ നമ്മൾ കണക്ക് കൂട്ടിയാൽ നമുക്ക് മനസ്സിലാകുക 2652 കിലോ അരി അവൻ ഫിരിയ കൊടുക്കേണ്ടി വരും. അതുകൂടാതെ 480 നോമ്പ് പതാ വീട്ടുകയും ചെയ്യേണ്ടി വരും. ആ നോമ്പ് പതാ വീട്ടുന്ന കാലം വരെ ഈ ഫൈൻ കയറിക്കൊണ്ടിരിക്കും. ഇവിടെ പ്രശ്നം ഇതൊന്നും അല്ല പ്രശ്നം. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മരിച്ചുപോയി, നമ്മുടെ അനന്തരാവകാശികൾ നമ്മുടെ സ്വത്ത് അനന്തരമായിട്ട് എടുക്കണമെങ്കിൽ ഈ കണക്ക് നോക്കിയിട്ട് അവരുടെ നോമ്പിന്റെ ഫിരിയ കൊടുക്കാതെ ആ മക്കൾ ഓഹരി വെച്ചെടുത്താൽ ആ ഓഹരി ഹറാമാണ്. അപ്പൊ ആ തലമുറ തരുന്നത് ഹറാമാണ്. പക്ഷെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാം. നമ്മൾ ഇത് പറയുമ്പോൾ ഒരു വിഷമമാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നല്ല ഒരുപാട് ഈ ഒരു മനുഷ്യന് സമ്പത്തൊന്നുമില്ല, പാപ്പരാണ്. ആ വിഷയം പറയുന്നു, നമ്മൾ ശരിയായിട്ട് പറഞ്ഞു തന്നു. അത് നീയും പടച്ചവനോട്ട് അവിടെ ചെന്ന് തീർത്തോളാൻ. കാര്യമായി തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു എന്ത് ചെയ്യും? മാപ്പാക്കി തരും. ഇല്ലായ്മ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ വിഷയം, അതുകൊണ്ട് നോമ്പ് തന്നാവുള്ള ആൾക്കാരൊക്കെ ഇതിനെ സംബന്ധിച്ച് ബോധമുള്ള ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാര്യങ്ങളിൽ കൃത്യത വരുത്തുകയും തിങ്കളാഴ്ച നോമ്പ് പോലുള്ള സുന്നത്ത് നോമ്പുകളുടെ ദിവസത്തിൽ നമ്മുടെ നോമ്പെടുത്തിട്ട് ഈ ബാധ്യത എത്രയും പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ കൂട്ടുപലിശയേക്കാൾ കടുപ്പമാണ്. ഇതിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. അള്ളാഹു താനെ ചിന്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹക്കുകൾ പരിപൂർണമായി ഒഴിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് മക്കളുടെ കൊച്ചുമക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഓരോ വർഷവും വരുന്ന തലാഖുകൾ അടുത്ത റമദാൻ എത്തുന്നതിന് മുമ്പ് പിടിച്ചു വീട്ടിക്കഴിഞ്ഞാൽ ഈ ഫിദിയയുടെ ആവശ്യം വരില്ല. ആദ്യം നമ്മൾ ചിന്തിച്ച് നീങ്ങുക. അള്ളാഹു നമുക്കൊക്കെ സൽബുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ നോമ്പ് ഒരു പോറലുമില്ലാതെ ഉടമസ്ഥന്റെ മുന്നിൽ നല്ല നില സമർപ്പിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നു. ഒരു സംശയം പറഞ്ഞാണ്, ആരോഗ്യമുള്ള ചെറുപ്പക്കാർ താഴെ നിന്ന് നമസ്കരിക്കുന്നു ഇവിടെ ജമാഅത്ത് നടക്കുമ്പോൾ. ജമാഅത്ത് സംശയത്തിൽ ചോദിച്ച കുഴപ്പമില്ല, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു പറഞ്ഞാല് ഈ ജമാഅത്ത്